അവന്റെ വരവിനായി പൂരപ്പറമ്പുകൾ കാത്തിരുന്നൊരു കാലം. മംഗലാംകുന്ന അയ്യപ്പൻ. നടയമരങ്ങൾ അമർത്തിയ മണ്ണിൽ ആരെയും രോമാഞ്ചകഞ്ചുകരാക്കിയ ഗജപ്പിറവി. അതെ, മംഗലാംകുന്ന അയ്യപ്പൻ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിനും വേലകളുടെ വേലയായ നെന്മാറ വേലയ്ക്കും തിടംപേറ്റി എഴുന്നള്ളിയ അപൂർവം പ്രൈവറ്റ് ആനകളിൽ ഒരാളായിരുന്നു അയ്യപ്പൻ. ആന കേരളത്തിൽ ഇത്രയോളം ഫാൻസുള്ള മറ്റൊരാന ഉണ്ടോ എന്ന് തന്നെ പറയാം. പൂരങ്ങളിൽ അയ്യപ്പൻ വരുന്നു എന്നറിഞ്ഞാൽ ജനലക്ഷങ്ങൾ തടിച്ചുകൂടും അയ്യപ്പനെ ഒരു നോക്ക് കാണുവാൻ. ഇന്നലെയും അയ്യപ്പനെ കാണാൻ ഒരുപാട് പേർ അവന്റെ തറവാട്ടുമുറ്റത്തേക്ക് ഒഴുകിയെത്തി. പക്ഷേ അയ്യപ്പൻ ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. ജ്യേഷ്ഠന്മാരായ കണ്ണനും ഗണപതിയും പോയ വഴിയെ അയ്യപ്പനും യാത്രയായി. ഇന്നലെ രാത്രി മംഗലാംകുന്ന് തറവാട് മുറ്റത്തേക്ക് ഒഴുകിയെത്തിയ ജനലക്ഷങ്ങൾ മംഗലാംകുന്ന് അയ്യപ്പൻ ആരായിരുന്നുവെന്ന് ആന കേരളത്തിന് പറഞ്ഞു കൊടുക്കും. പൂരങ്ങളിൽ അയ്യപ്പനുണ്ടെങ്കിൽ അയ്യപ്പനെ കാണാനായി അവിടേക്ക് ഒഴുകിയെത്തുക ലക്ഷങ്ങളാണ്. കർണനും ഗണപതിയും തെളിച്ചിട്ട വഴിയിലൂടെ അയ്യപ്പനും ആന കേരളത്തിനോട് പൂര കേരളത്തിനോട് വിട ചൊല്ലുകയാണ്. അതെ, ഇനി അയ്യപ്പനില്ലാത്ത ഒരു പൂരക്കാലം. കലിയുഗവരതനായ അയ്യപ്പന്റെ നാമം പേറി ആന കേരളത്തിൽ ഒന്നാമനായി വാണ മംഗലാംകുന്ന അയ്യപ്പൻ. മനം മയക്കുന്ന മനോഹാരിത വഴിഞ്ഞൊഴുകുന്ന കരിയഴകും കാഴ്ചക്കാരനെ രോമാഞ്ചകഞ്ചുകനാക്കുന്ന അമ്പരച്ചുംബിയായ തലയെടുപ്പോടുകൂടിയ ആൺപിറവി അതായിരുന്നു മംഗലാംകുന്ന അയ്യപ്പൻ. മംഗലാംകുന്ന അയ്യപ്പൻ ഇന്ന് മണ്ണോട് ചേരും. ആന കേരളത്തിനോട് പൂര കേരളത്തിനോട് പൂരപ്രേമികളോട് വിട ചൊല്ലാൻ അയ്യപ്പൻ ഇനിയില്ല. അയ്യപ്പൻ മടങ്ങുകയാണ് കർണന്റെ ഗണപതിയുടെ അടുത്തേക്ക്. മംഗലാംകുന്ന് തറവാട് ഇന്നലെ ശോകമൂകമായിരുന്നു. ജനലക്ഷങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തി തങ്ങളുടെ പ്രിയപ്പെട്ട അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ, ഒന്ന് കണ്ടു വണങ്ങുവാൻ. പക്ഷേ അയ്യപ്പൻ ആരെയും കണ്ടില്ല. അവൻ ഉറക്കത്തിലായിരുന്നു. ഇനി പൂര കേരളത്തെ ത്രസിപ്പിക്കുവാൻ അയ്യപ്പനില്ല എന്ന സത്യം ആന കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു. പൂരപ്പെരുമ പറയുവാൻ ഇനി അയ്യപ്പനില്ല. ആ വൈഡൂര്യ ശോഭ മാഞ്ഞിരിക്കുന്നു. മംഗലാംകുന്ന അയ്യപ്പന പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. പൂരനായകനായി വാഴാനുള്ള യോഗമുണ്ടായിരുന്നു അയ്യപ്പന. പക്ഷേ അതിനുള്ള ഭാഗ്യമുണ്ടായില്ല. 2003 തിരുവമ്പാടിയുടെ നായകൻ ചന്ദ്രശേഖരൻ ചരിഞ്ഞതിനു ശേഷം അയ്യപ്പനെ സ്വന്തമാക്കുവാൻ തിരുവമ്പാടിക്കാർ ശ്രമിച്ചുവെങ്കിലും മംഗലാംകുന്ന സഹോദരങ്ങൾ പ്രിയപ്പെട്ട അയ്യപ്പനെ കൈവിടാൻ തയ്യാറായില്ല. 2005 പാറമേക്കാവ് പരമേശ്വരന്റെ വിയോഗത്തിന് ശേഷം പാറമേക്കാവ് ദേവസ്വവും അയ്യപ്പനെ വാങ്ങുവാൻ നോക്കിയെങ്കിലും അന്നും ഉടമകൾ കൈമാറ്റത്തിന് താല്പര്യം കാണിച്ചില്ല. നല്ല ഉയരവും നാടനാനകൾക്ക് തുല്യമായ അഴകും ലക്ഷണ തികവുകളും നാടനാനകൾക്ക് അത്ര വഴങ്ങാത്ത തലപ്പൊക്കവും സംഗമിക്കുന്ന അപൂർവ ജന്മമായിരുന്നു മംഗലാംകുന്ന അയ്യപ്പന്റേത്. ചിട്ടയുള്ള ലക്ഷണ ഉത്സവങ്ങളും അളവിലും തലപ്പൊക്കത്തിലും പ്രാധാന്യമുള്ള മത്സരപൂരങ്ങളിലും ഒരുപോലെ വഴങ്ങുന്ന അതുല്യ ഗജപ്പിറവിയായിരുന്നു അയ്യപ്പൻ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിനും വേലകളുടെ വേലയായ നെന്മാറ വേലയ്ക്കും തിടംപേറ്റി എഴുന്നള്ളിയ ഗജവീരൻ. പൂരപ്പറമ്പുകളിലേക്ക് ഇനി അയ്യപ്പൻ മടങ്ങിയെത്തില്ല. എല്ലാവരും കേൾക്കാൻ കൊതിച്ചത് അയ്യപ്പന്റെ മടങ്ങിവരവായിരുന്നു. എല്ലാവരും കാണാൻ കൊതിച്ചത് പൂര കേരളത്തെ ത്രസിപ്പിച്ചുകൊണ്ട് അയ്യപ്പൻ പൂരപ്പറമ്പുകളിലേക്ക് എത്തുന്ന കാഴ്ചയായിരുന്നു. പക്ഷേ തേടിയെത്തിയത് അവൻ ചരിഞ്ഞു എന്ന വാർത്തയാണ്. മംഗലാംകുന്ന് തറവാട്ടുമുറ്റത്തേക്ക് ഇന്നലെ ഒഴുകിയെത്തിയ ആയിരങ്ങൾ. എല്ലാവരുടെയും കണ്ണുകളിൽ സങ്കടം മാത്രം. തങ്ങളുടെ പൂരനായകനിതാ മണ്ണിൽ ചേർന്ന് കിടക്കുന്നു. ഉറങ്ങുകയാണവൻ, ഒന്നും മിണ്ടാതെ, ആരെയും നോക്കാതെ ഈ ലോകത്ത് വിട പറയുവാനുള്ള അവസാനത്തെ ഉറക്കം. അതെ, മംഗലാംകുന്ന അയ്യപ്പനില്ലാത്ത ഒരു പൂരക്കാലം കൂടി അവസാനിക്കാൻ പോകുന്നു.